ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള വൈഷമ്യങ്ങൾ വരിക സ്വാഭാവികമാണ്. ഏതു മനുഷ്യനും വിപത്തുകളില്ലാത്തവരില്ല. സുഖം മാത്രമായോ ദുഃഖം മാത്രമായോ ആരെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട ജനങ്ങളുടെ വിരഹം നമുക്ക് താങ്ങാൻ കഴിയാത്തതാണ്. അതും നാം സഹിച്ചേ പറ്റൂ. അതിനാൽ അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സമനില തെറ്റാതെ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. മനസ്സ് ദുർബലമാകുമ്പോഴാണ് ദുഃഖത്തെയും വൈപരീത്യങ്ങളെയും സഹിക്കാൻ നമുക്ക് കഴിയാത്തത്. അതിനാൽ മനസ്സ് ബലപ്പെട്ട് വന്നാൽ ഏതിനെയും തരണം ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടാകും. ബലമുള്ള ഒരു വസ്തുവുമായുള്ള സംസർഗം നമ്മുടെ മനസ്സിനുണ്ടായാൽ മനസ്സിന് ഏതിനെയും അതിജീവിക്കാൻ കഴിയുന്നതാണ്. ആരാമരേണമില്ലാത്തോൻ മനമേ, ആരാവത്തില്ലാത്ത മർത്യൻ ജഗത്തിൽ. ശ്രീരാമൻ പാണ്ഡുസുതന്മാർ നാളൻ പോരാത്തവരാണോ പെട്ടുപോയില്ലേ. എത്ര വലിയ കഴിവുണ്ടായാലും ജീവിതത്തിൽ വിഷമങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. മരണമില്ലാത്തോൻ, മരണമില്ലാത്തവരാരുമില്ല. ഇഷ്ടപ്പെട്ടവർ നഷ്ടപ്പെടാത്തവരും ആരുമില്ല. നമ്മുടെ മരണത്തെക്കാൾ കൂടുതൽ നമ്മെ ദുഃഖിപ്പിക്കുന്നത് നമ്മുടെ ഇഷ്ടപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോഴാണ്. അതിനാൽ ഇഷ്ടപ്പെട്ടത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നഷ്ടപ്പെടാത്തതിനെ നമ്മൾ ഇഷ്ടപ്പെടണം എന്നത് ഒരു സത്യമാണ്. മരണമില്ലാത്തവർ ആരുമില്ല, ജീവിതത്തിൽ ക്ലേശമില്ലാത്തവരും ആരുമില്ല. അതിനാൽ ഇതെല്ലാം വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാനുള്ള മനക്കരുത്ത് നേടുക എന്നതാണ് നമുക്ക് ചെയ്യേണ്ട കർത്തവ്യം. തരതി ശോകം ആത്മവിദ്. ശോകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആത്മവിദ്യ അഭ്യസിക്കുക എന്ന ഏക പോംവഴി മാത്രമേ ഉള്ളൂ. ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ശോകവും നമ്മെ അലട്ടുകയില്ല. സ്വപ്നത്തിൽ കണ്ട ഒരു ദുഃഖം ഉണർന്നു കഴിയുമ്പോൾ നമ്മെ ബാധിക്കുമോ? സ്വപ്നത്തിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നമുക്ക് നഷ്ടപ്പെട്ടതായി സ്വപ്നം കണ്ടു. ഉണർന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ദുഃഖം ബാധകമാണോ? ഒരിക്കലുമില്ല. നമ്മുടെ ഇഷ്ടപ്പെട്ടയാൾ നഷ്ടപ്പെടാതെ അവിടെ തന്നെയുണ്ട് എന്ന ആശ്വാസം ഉണർന്നപ്പോൾ കിട്ടിയില്ലേ? അതുപോലെയാണ് പരമസത്യത്തിലേക്ക് ഉണർന്ന ഒരാൾക്ക് ഇവിടെ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള ദുഃഖങ്ങളും സ്വപ്നാനുഭവം പോലെയാണ്. ആരാമരേണമില്ലാത്തോൻ മനമേ, ആരാവത്തില്ലാത്ത മർത്യൻ ജഗത്തിൽ. ശ്രീരാമൻ പാണ്ഡുസുതന്മാർ നളൻ. 3 വ്യക്തികളുടെ പേരാണ്. ശ്രീരാമൻ ജീവിതത്തിൽ എന്തെല്ലാം ക്ലേശങ്ങളാണ് അനുഭവിച്ചത്. രാമായണത്തിലേക്ക് നാം നോക്കുമ്പോൾ ശ്രീരാമനെ ദുഃഖപുത്രനായി കാണാം. പക്ഷേ അദ്ദേഹം ആരാണെന്ന് സ്വയം ബോധിച്ചതുകൊണ്ട് അതൊന്നും തന്നെ അദ്ദേഹത്തിന് ദുഃഖമായി തോന്നിയിട്ടില്ല. അതുപോലെ പാണ്ഡവന്മാരും ജീവിതത്തിൽ എന്തെന്ത് ക്ലേശങ്ങൾ അനുഭവിച്ചു. അതാണ് മഹാഭാരതം എന്ന ഒരു ബൃഹത്കാവ്യം തന്നെ ഉണ്ടായത് പാണ്ഡവ കൗരവ കഥകളെ പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ നളൻ ക്ലേശപുത്രൻ, ദുഃഖപുത്രനായ ഒന്നാണ് നളനും. അവരൊക്കെ കഴിവില്ലാത്തവരല്ലല്ലോ. എന്നിട്ടും അവർക്കും ഇത്തരം വിപത്തുകൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് ജീവിതം എന്ന് പറയുന്നത്.
നമുക്ക് ക്ലേശങ്ങൾ തരുന്നത് നമ്മെ കൂടുതൽ കരുത്തരാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ്. ഒരു ദുഃഖവും തരാതിരുന്നാൽ നമ്മൾ ഏറ്റവും വലിയ ദുർബലരായിരിക്കും. അതുകൊണ്ട് ക്ലേശങ്ങൾ തന്ന് അതിന് പൊരുതി നമ്മെ ശക്തിപ്പെടുത്തുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. അതാണ് നാം ദുഃഖത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. ആരാമരണമില്ലാത്തോന്മനമേ, ആരാപത്തില്ലാത്തമർത്യൻ ജഗത്തിൽ, ശ്രീരാമൻ പാണ്ഡുസുതന്മാർ നാളൻ പോരാത്തവരാണോ വിട്ടുപോയി. ഹരേ കൃഷ്ണ.